അഡ്വക്കേറ്റ് ജയസൂര്യൻ, സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞാണ് സർക്കാർ കൈയൊഴിയുന്നത്. വനിതാ CPO ഉദ്യോഗാർത്ഥികളെ കൈയൊഴിയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ്. നമുക്കറിയാം, KV തോമസിന് ലക്ഷങ്ങളാണ് വാരിക്കോരി കൊടുക്കുന്നത്. PSC ചെയർമാനും അതുപോലെ അംഗങ്ങൾക്കും ലക്ഷങ്ങളാണ്, മൊത്തത്തിൽ കോടികളാണ് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. മന്ത്രിമന്ദിരങ്ങൾ മോഡി പിടിപ്പിക്കാൻ കോടികളാണ് ചെലവഴിക്കുന്നത്. മാത്രമല്ല, നവകേരള സദസ്സുകൾ സംഘടിപ്പിക്കാൻ കോടികളാണ് ചെലവഴിക്കുന്നത്. വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര തുടങ്ങാൻ പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് എത്ര കാലത്തോളം ഇവരെ മാറ്റി നിർത്താൻ പറ്റും? മാത്രമല്ല, 5 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ കലണ്ടർ പ്രകാരം. അത് മനവധി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായല്ലോ. കലണ്ടർ പ്രകാരം 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ഇത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇവരുടെ സ്വപ്നങ്ങൾ ഒടുങ്ങാൻ പോവുകയാണ്. ഏപ്രിൽ 19 അവസാന തീയതി. എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ? നമ്പ്യാർ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് സംസ്ഥാന സർക്കാരിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ KV തോമസിന് 11 ലക്ഷവും നമ്മുടെ PSC മെമ്പർമാർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒപ്പം ശമ്പളവും ഒന്നും കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ശമ്പളം വാങ്ങുന്നവരുടെയും പെൻഷൻ വാങ്ങുന്നവരുടെയും ഒക്കെ തുകകൾ അവരെ തന്നെ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പെൻഷൻ വാങ്ങുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ കിട്ടുന്ന പെൻഷൻ 80,000 രൂപയാണ്. പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു, 90,000 രൂപയായി. ഞാൻ ഈ പണമൊക്കെ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയാണ്. ഇത്രമാത്രം വർദ്ധിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് ആ പെൻഷനർ എന്നോട് പറഞ്ഞു. അപ്പോൾ എല്ലാ പെൻഷനറും അങ്ങനെയാണെന്നല്ല, എങ്കിൽ പോലും സർവീസിലുള്ളവർക്ക് നല്ല ശമ്പളം കൊടുക്കാൻ, നല്ല പെൻഷൻ കൊടുക്കാനുമുള്ള നല്ല സാമ്പത്തിക സ്ഥിതി സംസ്ഥാനത്തിനുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ CPOയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ എല്ലാവരും കേരളത്തിൽ പറയുന്ന ഒരു വാക്കാണ് റാങ്ക് ലിസ്റ്റ് എന്ന്. ഈ റാങ്ക് ലിസ്റ്റ് മലയാളി മനസ്സുകൊണ്ട് അംഗീകരിച്ചു പോയ ഒരു അനാചാരമാണ് എന്ന് ഞാൻ പറയും. ഞാനിത് പറയാൻ കാരണം, ഈ പോലീസ് റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുമ്പോൾ ഇവിടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്ന് അനവധിയെ പോലെ അനവധി പേര് ഇപ്പോൾ ജീവിതം തുലാസിലായി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു പോലീസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതായത് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ, അതിന്റെ പേരും CPO എന്നാണ്. ആ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിൽ 55,000 കോൺസ്റ്റബിൾമാരെയും 35,000 SIമാരെയും എടുക്കുന്നുണ്ട്. അതിന്റെ റിക്രൂട്ട്മെന്റിനും സംവിധാനങ്ങളെ കുറിച്ച് എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാം. കാരണം ഞാൻ ആ മേഖലയിൽ പരിശീലനം കൊടുക്കുന്ന ഒരു പരിശീലകൻ കൂടിയാണ്. അവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സംഗതി പോലും ഇല്ല. എന്താ കാരണം എന്നറിയാമോ? ഒരു കുട്ടി ജയിച്ചാൽ, അത് SI പോസ്റ്റിലേക്കാണെങ്കിലും കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണെങ്കിലും, ഒരു കുട്ടി ജയിച്ചാൽ 6 മാസത്തിനകം ശമ്പളമാണ് കയ്യിൽ കിട്ടുന്നത്. പരമാവധി 6 മാസം, ചിലപ്പോൾ 4 മാസം, അത്രേ ഉള്ളൂ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വെച്ച് നീട്ടിക്കൊണ്ടു പോവേണ്ട കാര്യമേ ഇല്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കേരളത്തിലെ പോലീസ് സേനയിൽ ആളില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒഴിവ് ഉടനെ നികത്തേണ്ടത് ആവശ്യവുമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ്? അതുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിലെ റാങ്ക് ലിസ്റ്റുകൾ വോട്ട് ബാങ്കുകളായി ഉപയോഗിക്കുകയാണ്. അതായത് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ ഒരു 5 കൊല്ലം 6 കൊല്ലം അവരവിടെ കിടന്നോട്ടെ. ആ സമയം അത്രയും ഭരണകക്ഷിയുടെ പുറകെ അടിമകളെ പോലെ നടന്നുകൊള്ളും. അതിലുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ കുടുംബാംഗങ്ങളും പിന്നെ ഭരണകക്ഷിയുടെ അടിമകളായി മാറുകയാണ്. ഇത് ഭരണകക്ഷിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകും തോറും ഇവർക്ക് രാഷ്ട്രീയ അടിമകളെ കിട്ടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരാൻ എളുപ്പമാണ്, പാർട്ടി വളർത്താൻ എളുപ്പമാണ്, പാർട്ടി പരിപാടികളിൽ ആളെ കൂട്ടാൻ എളുപ്പമാണ്. അങ്ങനെ ഒരുതരം രാഷ്ട്രീയ അടിമത്തത്തിലേക്ക് ഈ റാങ്ക് ലിസ്റ്റുകൾ വഴിതെളിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജോലി കിട്ടിയാൽ ഉടൻ തന്നെ യൂണിയനിൽ ചേർക്കുന്നു, പിന്നെ യൂണിയന്റേതായിട്ടുള്ള രീതിയിലുള്ള അടിമത്തം ആരംഭിക്കുകയാണ്. അതായത് റാങ്ക് ലിസ്റ്റുകളും സർക്കാർ ജോലികളും പരിപൂർണമായി രാഷ്ട്രീയവൽക്കരിക്കുകയും ഭരണകക്ഷിയുടെ ചട്ടുകങ്ങളായി അവരെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന, ക്യാൻസലായി പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ, ആ ക്യാൻസലേഷൻ വരുന്ന സമയത്തും പിന്നെയും പ്രതീക്ഷ കൊടുത്തിരിക്കുകയാണ്. അടുത്ത തവണ വീണ്ടും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ ചാൻസുകളെ കാണിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ പുല്ലുകെട്ട് കാണിച്ച് കഴുതിയെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ക്രൂര വിനോദമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ അനവധ്യ ഇവിടെ പറഞ്ഞ ആ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വർഷങ്ങളോളം പഠിച്ച് വളരെയേറെ ശാരീരികമായിട്ടുള്ള പരിശീലനങ്ങൾ കഴിഞ്ഞ്
ഏറ്റവും അവസാനം റാങ്ക് ലിസ്റ്റിലും വന്ന് ഇതാ ജോലി കയ്യിൽ കിട്ടി എന്നുള്ള നിലയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, അതിനുവേണ്ടി വിവാഹം മാറ്റിവെച്ചവർ, വീട് നിർമ്മാണം മാറ്റിവെച്ചവർ, പ്രതീക്ഷിക്കുന്നവർ, അങ്ങനെ എത്ര ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രതീക്ഷകളാണ് കരിഞ്ഞു വീഴുന്നത്. ഇനി 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുത്തുകൊണ്ട് അവർക്കൊരു നല്ല വിഷുക്കൈനീട്ടം കിട്ടണം എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ പല റാങ്ക് ലിസ്റ്റുകളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഭയമാവുകയാണ്. എത്ര റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കിയാലും ആ റാങ്ക് ലിസ്റ്റുകൾ റദ്ദ് ചെയ്യുന്നതിൽ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത ഭരണകൂടമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇത്ര വലിയ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്? എത്ര പേരെ നിയമിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ കയ്യിൽ വ്യക്തമായ കണക്കുകൾ ഉണ്ടല്ലോ. കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ അത്രയും ചെറിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ച് അത്രയും പേരെ എടുത്താൽ പോരെ. ഇത് വലിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഉണരുന്നത്. 10,000-കണക്കിന് ആൾക്കാരിലേക്ക് ആ പ്രതീക്ഷകൾ പടരുകയാണ്. ആ 10,000-കണക്കിന് വീട്ടുകാര് ഞങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടും, നാളെ ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഈ ജോലിയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് മറ്റൊരു ജോലിക്ക് വേണ്ടി പഠിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയം, നിലവിലുള്ള ആത്മവിശ്വാസം അവരെ അതിൽ നിന്ന് തടയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം ആത്മഹത്യാ മുനമ്പിലേക്ക് പോകുന്ന അപകടകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഭരണകക്ഷി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനിശ്ചിതത്വം കൊണ്ട് രാഷ്ട്രീയമായ ലാഭം കൊയ്യാം എന്നല്ലാതെ മറ്റെന്താണ് ശ്രദ്ധിക്കുക? അതായത് ഈ റാങ്ക് ലിസ്റ്റിനെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റുന്ന ക്രൂരമായ ഭരണകക്ഷി രാഷ്ട്രീയം ഇവിടെ തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ഇത് കൊടും ക്രൂരതയാണ്. പുതുതലമുറയോടും യുവജനതയോടും ചെയ്യുന്ന കൊടും ക്രൂരതയാണ്. ഇതിന് ഭരണപക്ഷം ഏറ്റവും അടുത്ത ദിവസം 2-3 ദിവസത്തിനകം പരിഹാരം കാണണം എന്ന് അവരെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഇന്ന് അവരുടെ ചോര ചിന്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. അവരുടെ വേദന അവർ പ്ലക്കാർഡിൽ രേഖപ്പെടുത്തി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ നേരത്തെ മുട്ടിലിഴഞ്ഞു പ്രതിഷേധിച്ചു, ശയനപ്രദക്ഷിണം നടത്തി, കൈകാലുകൾ പരസ്പരം ബന്ധിപ്പിച്ച് പ്രതിഷേധിച്ചു. ഇന്ന് വിഷുദിനത്തിൽ കേരളം മുഴുവൻ ഉത്സവ ലഹരിയിലായപ്പോൾ ചോര ചിന്തിയവരുടെ വേദന പ്ലക്കാർഡിൽ രേഖപ്പെടുത്തി സർക്കാരിനെ അറിയിക്കുകയായിരുന്നു.